കല്ലെറിഞ്ഞില്ല, ഒന്നും ചെയ്തില്ല, ഒരു ജനം അടിച്ചോട്ടില്ല. സമാധാനപരമായിട്ട് വരുന്ന പ്രതിഷേധത്തെ വാരിക്കെടുത്ത് തന്ത്രത്തിൽ ഒരു കാര്യമില്ല. മുമ്പിലേക്കാണ് ഞങ്ങൾ മാർച്ചെടുത്തത്. ഇന്നലെ നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ വലിയ പ്രതിഷേധമാണ് ഇന്ന് അരങ്ങേറിയത്. BJP, RYF, KSU പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർക്ക് നേരെ പോലീസ് പിന്നീട് ജലപീരങ്കിയും പ്രയോഗിച്ചു. 8ാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ശക്തമായ നടപടിയിലേക്ക് കടക്കുകയാണ് സർക്കാരും. ഗുരുതര വീഴ്ച ഉണ്ടായെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. സ്കൂൾ ചുമതല ഉണ്ടായിരുന്ന AEOയിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നഷ്ടപ്പെട്ടത് കേരളത്തിൻ്റെ ഒരു മകനെയാണ്. ആ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ സ്വീകരിക്കുക. അതേസമയം ബാലാവകാശ കമ്മീഷൻ സ്കൂൾ സന്ദർശിച്ചു. വർഷങ്ങളായി വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നത് വീഴ്ചയാണ്. വിഷയം ഗൗരവമായി കാണുന്നുവെന്നും വീഴ്ച പറ്റിയവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പറഞ്ഞു. ഇവിടുന്ന് കാഴ്ചയിൽ തന്നെ ഇത് കാണുന്നുണ്ട്. കുട്ടികൾക്ക് അതുവഴി ഇറങ്ങി വരാൻ കഴിയുന്ന തരത്തിൽ കുട്ടികളല്ലേ, കുട്ടികൾ ഉണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളും സുരക്ഷിതമായിരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഗവൺമെന്റ് നിലപാടും അത് തന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ ഇത്രയും കാലമായിട്ടുണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിച്ചില്ല എന്നത് വീഴ്ചയായിട്ട് തന്നെ കമ്മീഷൻ കാണുകയാണ്. അതിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. ഇത് പരിഹരിക്കാൻ ഒരു അപകടം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത്, ഒരു ദുരന്തം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ഇതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അത് ചെയ്തില്ല എന്നുള്ളത് വളരെ ഗൌരവത്തോടുകൂടി തന്നെ കമ്മീഷൻ പരിശോധിക്കും. ആർക്കൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെ പരിശോധിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരോട് കമ്മീഷൻ ആവശ്യപ്പെടും. വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, 8ാം ക്ലാസ്സുകാരന്റെ മരണത്തിന് പിന്നാലെ വലിയ പ്രതിഷേധം ഒരു വശത്ത് അരങ്ങേറുന്നുണ്ട്. അതിനിടെ പ്രിൻസിപ്പാളിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. അതിന് മാത്രം ഒതുങ്ങുന്നതായിരിക്കും ഈ നടപടി. കാരണം ഇവിടെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥലം സന്ദർശിച്ച ശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം, വർഷങ്ങളായി വൈദ്യുതി ലൈൻ ഇതുപോലെ താഴ്ന്നു കിടക്കുകയായിരുന്നു. ഇത് പ്രിൻസിപ്പളിന്റെ മാത്രം ഒരു വീഴ്ചയായി കാണേണ്ടതാണോ? ഇവിടെ വൈദ്യുതി വകുപ്പ്, KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്, സ്കൂൾ മാനേജ്മെന്റ്, PTA, ഇവരുടെ ആരുടെയും ഭാഗത്തുനിന്ന്, അതായത് ഈ ഉത്തരവാദിത്വപ്പെട്ട ആരും ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ മറുപടി ഇന്നലെ പോലും നൽകാൻ തയ്യാറായില്ല. കൂടുതൽ ഒരു വലിയ രീതിയിലുള്ള നടപടി, കൂടുതൽ ആളുകൾക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടോ? പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടി എന്നോണം പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത്. അതിനപ്പുറത്തേക്ക് ഇത് സ്കൂളിന്റെയോ സ്കൂൾ അധികൃതരുടെയോ ഭാഗത്തു നിന്ന് മാത്രം സംഭവിച്ച ഒരു വീഴ്ചയല്ല എന്ന ആക്ഷേപം ഇന്നലെ മുതൽ തന്നെ ഉയർന്നതാണ്. അവിടെയാണ് ഈ സ്കൂളിന് ഫിറ്റ്നസ് നൽകിയ തദ്ദേശ വകുപ്പും അതോടൊപ്പം തന്നെ ഈ KSEBയുടെ അധികൃതരും, അതായത് ഈ സ്കൂളിന്റെ തൊട്ടടുത്ത് സൈക്കിൾ യാർഡിന് മുകളിലൂടെ
ഇങ്ങനെ ഒരു ഈ ഷീറ്റിട്ട് തകര ഷീറ്റിട്ട് ഒരു മറ ഷെയ്ഡ് നിർമ്മിക്കുമ്പോൾ അതിന് തൊട്ടുമുകളിലൂടെ ഈ 3 ലൈനുകൾ വൈദ്യുതി ലൈനുകൾ പോകുന്ന ഒരു അപകടകരമായ സാഹചര്യം കൃത്യമായി അത് KSEB അധികൃതരുടെ അറിവോടെ തന്നെയാണ് അവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ലൈൻ ഓഫ് ചെയ്തിട്ടാണ് അവിടെ ഈ നിർമ്മാണം അന്ന് നടന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒരു വശത്ത് മാത്രം സ്കൂൾ അധികൃതരെ മാത്രം പഴിചാർത്തിക്കൊണ്ട് ഒറ്റപ്പെട്ട ഒരു അല്ലെങ്കിൽ അവർക്ക് മാത്രം സംഭവിച്ച ഒരു വീഴ്ചയായി കണ്ട് വിമർശനങ്ങളോ നടപടികളോ സ്കൂളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. അതിനപ്പുറത്തേക്ക് ഗൌരവതരമായ മറ്റൊരു വശം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ മുതൽ ഓറലായിട്ടുള്ള പരാതികൾ, അതായത് വാക്കാൽ ഈ ലൈൻ കമ്പി അവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ ഈ തകര ഷീറ്റിട്ട് ആ സ്ഥലം അവിടെ നിന്ന് ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ PTA മീറ്റിംഗുകളടക്കം നേരത്തെ മുതൽ ഉയർന്നതാണെന്നാണ് പ്രദേശവാസികളടക്കം നമ്മളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായി ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമാകുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു അധികാരികളുടെ കണ്ണു തുറക്കാൻ എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യമായി മാറുന്നത്. എന്തായാലും പ്രാഥമികമായ നടപടികളുടെ ഭാഗമായാണ് പ്രധാനാധ്യാപികയ്ക്കെതിരായ നടപടി. പക്ഷേ അവിടെ കൊണ്ട് മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല കാര്യങ്ങൾ. കാരണം വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇതിനോടകം സംസ്ഥാനത്തിന്റെ പല ഭാഗത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ തദ്ദേശ വകുപ്പിൽ, അതായത് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി തുടർ നീക്കങ്ങളുണ്ടാകും, ഈ ഫിറ്റ്നസ് നൽകിയതിന് പുനഃപരിശോധിക്കാനുള്ള എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. വ്യക്തമാക്കിയ കാര്യമുണ്ട്. ഇവിടെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന്. ഇതിപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ സ്കൂൾ പ്രിൻസിപ്പാളിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈദ്യുതി മന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. അവിടെ വീഴ്ച സംഭവിച്ചവർക്കെതിരെ KSEB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ? ഔദ്യോഗികമായി KSEBക്ക് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത്തരത്തിലുള്ള വിശദീകരണവുമായാണ് അവർ രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ മുതൽ പുറത്തു വന്നത്. കാരണം ഈ മിഥുൻ ഈ തകരശീറ്റിന്റെ മുകളിൽ നിന്ന് ഒന്ന് നേരെ എഴുന്നേറ്റ് നിന്നാൽ കൈ എത്തുന്ന ദൂരത്തിൽ, അതായത് അനായാസരെ കൈപിടിക്കാവുന്ന ദൂരത്തിലാണ് ഈ അതായത് സ്ട്രെയിറ്റ് ആയിട്ട് പോലുമല്ല, നേരെ പോലുമല്ല ലൈൻ കമ്പി, അത് ആടുകയാണ് നിന്ന്. അത്തരത്തിൽ ഈ ലൈൻ കമ്പികൾ 3ഉം അതിന് മുകളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെയാണ് ബലം നഷ്ടപ്പെട്ട് ഈ അല്ലെങ്കിൽ തെന്നി വീഴാവുന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊരു പിടുത്തത്തിന് വേണ്ടി ഈ ലൈൻ കമ്പിയിലേക്ക് ഈ മിഥുൻ അപ്രതീക്ഷിതമായി കൈവെക്കുന്നതും അങ്ങനെ ഷോക്കേറ്റ് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം. അവിടെ ഷോക്ക് അടിച്ച് വീഴുന്ന മറ്റു സുഹൃത്തുക്കൾ കാണുന്നു. പിന്നീട് രക്ഷപ്പെടുത്താനായി ബെഞ്ച് കൊണ്ട് അടിച്ച് അവനെ താഴേക്ക് ഇടുകയാണ്. പക്ഷേ അപ്പോഴേക്കും ആളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. വളരെ ദൌർഭാഗ്യകരമായി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊരു അപകടത്തിലുള്ള സാധ്യത എന്തുകൊണ്ട് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്ന വളരെ ഗൌരവതരമായ ചോദ്യത്തിന് ഈ സ്കൂൾ അധികൃതരും ഇതിന് ഫിറ്റ്നസ് നൽകിയ അധികൃതരും ഒക്കെ മറുപടി നൽകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നടപടി ഈ പ്രധാനാധ്യാപികയിൽ മാത്രം ഒതുങ്ങുമോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. പ്രതിഷേധങ്ങൾ ഇങ്ങനെ ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട് ഈ ദുഃഖത്തിൽ പങ്കുചേരും. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അവിടെ എത്തുമ്പോൾ ഏത് തരത്തിലുള്ള തുടർ പ്രതികരണങ്ങളാകും ഉണ്ടാകുക എന്നാണ് ഇനി അറിയാനുള്ളത്. അതോടൊപ്പം പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വീടിന്റെ പരിസരത്തും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. തീർച്ചയായും ഡാൻ, ഈ മിഥുന്റെ അവസ്ഥ ഇനി ഒരു കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം ആ കുടുംബത്തിന്റെ വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വാഭാവികമായും ഇതൊരു ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇതുപോലെ ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു സ്കൂളുകളിൽ ഇതുപോലുള്ള വൈദ്യുതി കമ്പികൾ പോകുന്നുണ്ടോ? അതല്ലെങ്കിൽ അതിൻ്റെ കാലപ്പഴക്കം ചെന്ന നിരവധി സർക്കാർ സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടുതൽ കർശനമാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നുണ്ടോ? ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തന്നെ ഈ കാര്യത്തിൽ അദ്ദേഹം പ്രാഥമികമായ പരിശോധന ഈ അപകടമുണ്ടായ സ്ഥലത്തും ഈ ക്ലാസ് മുറിയിലുമൊക്കെ പരിശോധന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സമാനമായ തരത്തിൽ അപകടകരമായ തരത്തിൽ ഫിറ്റ്നസ് ഇല്ലാതെ വേണ്ടത്ര മതിയായ സൌകര്യങ്ങളില്ലാതെ ഫിറ്റ്നസ് ഏതെങ്കിലും സ്കൂളുകൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്രമായ പരിശോധന നടക്കും. സർക്കാർ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ആ പരിശോധന നടത്താൻ സർക്കാർ തയ്യാറാകുമെന്നാണ് തങ്ങൾ കരുതുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പോലീസിനോട് തേടും. അതോടൊപ്പമാണ് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ബാലാവകാശ കമ്മീഷൻ സമർപ്പിക്കുമെന്ന് കൂടി അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സമഗ്രമായി സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളുടെയും സർക്കാർ സ്കൂളുകളുടെയും
പ്രവർത്തനങ്ങൾ, അതോടൊപ്പം കെട്ടിടത്തിന്റെ സാഹചര്യങ്ങൾ, കാലപ്പഴക്കം, അതോടൊപ്പം ഇങ്ങനെ അപകടകരമായ എന്തെങ്കിലും സ്ഥിതിവിശേഷങ്ങൾ സ്കൂളുകളോട് ചേർന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ ലൈൻ കമ്പി നിൽക്കുന്നത് മാത്രമല്ല, അപകടകരമായ നിലയിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ ഭീഷണിയായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലും കിഴക്കൻ മേഖലകളിലുമൊക്കെ. അപ്പോൾ ഈ സ്കൂൾ പരിസരത്ത് കുട്ടികൾക്ക് ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ നിലനിൽക്കുന്ന അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള അടിയന്തരമായ ഇടപെടൽ എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ത്വരിതഗതിയിലുള്ള നടപടികൾ ബാലാവകാശ കമ്മീഷനും സർക്കാരിനെ ബന്ധപ്പെടുമെന്നാണ് ഇന്ന് രാവിലെ അദ്ദേഹം ഈ സ്കൂളിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാരണം ഇത് കേവലം തേവലക്കരയിലെ ഒരു ബോയ്സ് ഹൈസ്കൂളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമല്ല, അതിനപ്പുറത്തേക്ക് ഇതേ തരത്തിലുള്ള സമാനമായ സാഹചര്യമുള്ള മറ്റ് സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികളാണ് ഇനി ആവശ്യമെന്നാണ് ബാലാവകാശ കമ്മീഷനും വ്യക്തമാക്കുന്നത്. യെസ്, വ്യക്തമാണ്. കൊല്ലത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.